ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മൊട്ട വ്ളോഗാണ്. നമ്മള് മൊട്ടയടിക്കാൻ വന്നിരിക്കുകയാണ്. തമിഴ്നാട് കുമാരൻ കോവിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി കാഴ്ചകൾ കണ്ടുവരാം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് കുമാരകോവിൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് അധികം ദൂരമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് ബോർഡറാണ് ഈ കുമാരകോവിൽ എന്ന് പറയുന്നത്. പണ്ട് കേരളത്തിൻ്റെ ഭാഗമായിരുന്നത് കൊണ്ടാവണം പ്രധാന കവാടങ്ങളിലൊക്കെ മലയാളത്തിലും പേരുകൾ എഴുതിയിട്ടുണ്ട്. ശ്രീ വേളിമല കുമാരസ്വാമി ക്ഷേത്രം എന്നാണ് ശരിക്കും ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. പഴയകാല നിർമ്മിതികളുടെ അപൂർവമായ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പളനി തിരുപ്പതിയൊക്കെ പോലെ തന്നെ തലമുണ്ടനം ചെയ്യുന്നതിന് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കുമാരകോവിൽ. അതുകൊണ്ട് ധാരാളം മലയാളികൾ ഇവിടെ എത്തുന്നുണ്ട്. നമ്മളിവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ മിക്കവാറും ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ മലയാളികളായിരുന്നു. അപ്പോൾ ഇന്ന് നിളക്കുട്ടിയുടെ തല മൊട്ടയടിക്കൽ മഹാമഹമാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചു അവൾ കരയുമെന്ന്. അവൾ കരഞ്ഞതൊന്നുമില്ല. അവൾ ശരിക്കും അത് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു എന്താ ചെയ്യുന്നതെന്ന്. ലാസ്റ്റ് വരെ അവളൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. എന്നാൽ കരഞ്ഞ കുട്ടികളും ഉണ്ട്. അപ്പോൾ ഇവിടെ മൊട്ടയടിക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും കുമാരകോവിലിൻ്റെ ഉള്ളിലല്ല ഈ മൊട്ടയടി നടക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു അമ്പലമുണ്ട്. അവിടെയാണ് ഈ മൊട്ടയടിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് അവിടെ തന്നെ ബ്ലേഡ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങി ഇത് ചെയ്യുന്ന ആളുടെ കയ്യിൽ കൊണ്ട് കൊടുത്താൽ മതി. ഒരു കണക്കിന് പറഞ്ഞാൽ ഇവിടുത്തെ ആണുങ്ങൾക്കൊക്കെ പൊക്കം കുറഞ്ഞത് വളരെ നന്നായി. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് സൂഹിക്കാൻ പറ്റുമോ? തല മൊട്ടയടിച്ച ശേഷം കുളിക്കാനുള്ള സൗകര്യം അവിടെ തന്നെ ഉണ്ട്. ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളവും റെഡിയാക്കി തരും. കുളി കഴിഞ്ഞ ശേഷം ഇതുപോലെ ചന്ദനം പൂശി തരും. തല മൊട്ടയടിക്കുന്നതിനും ഇതുപോലെ നമുക്ക് കുളിക്കുന്ന സൗകര്യം ചെയ്തു തരുന്നതിനും ചെറിയൊരു ഫീസ് ഈടാക്കുന്നുണ്ട്.